എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാളെ റോസൂട്ടിക്ക് ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഡിക്റ്റേഷന് 14 വേർഡ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ? കുറേ അമ്മമാർക്ക് എങ്ങനെയാണ് വേർഡ്സ് പഠിപ്പിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം നമ്മൾ ഫുൾ മാർക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും പഠിപ്പിക്കാൻ നിൽക്കരുത്. കാരണം കുഞ്ഞു മക്കളാണ്. ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മളെ തന്നെ ഒരുപാട് വേദനിപ്പിക്കും അല്ലേ? നമ്മൾ ഫുൾ മാർക്ക് മേടിച്ച് ഇവർ വരുമെന്ന് നോക്കിയിട്ട് ഇരിക്കേണ്ട. കാരണം സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് തന്നെ ഒരുപാട് വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഇപ്പോഴും കൺഫ്യൂഷൻ അല്ലേ? അപ്പോൾ ഈ കുഞ്ഞു മക്കൾ എങ്ങനെയാണ് അത് പഠിച്ചെടുക്കുക? അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ പഠിക്കട്ടെ. എന്നാലും പഠിപ്പിക്കുന്ന രീതി ഒന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത് മാത്രമാണ് പറയുന്നുള്ളൂ. ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം എന്നല്ല. ഞാൻ പഠിപ്പിക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. വേർഡ്സ് ഞാൻ ആദ്യം പഠിപ്പിച്ചത് ഫെയിലിയർ ആയതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. ആദ്യം പഠിപ്പിച്ചത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. ആദ്യം ഞാൻ ഒരു റഫ് നോട്ട് എടുത്തിട്ട് അതിൽ വേർഡ്സ് എഴുതി കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതിപ്പിച്ച് പിന്നെ കാണാതെ അതിൽ തന്നെ ഒന്നും കൂടി ഒരു ടെസ്റ്റ് നടത്തുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്രയും മെമ്മറിയിൽ നിൽക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം അത് നോർമലായിട്ടുള്ളൊരു രീതിയാണല്ലോ, ടീച്ചേഴ്സൊക്കെ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വൈറ്റ് ബോർഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും നമുക്ക് ഈ റഫ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഡിക്റ്റേഷനൊക്കെ ഒരുപാട് എഴുതി പഠിപ്പിക്കുമ്പോൾ ഒന്നാമത് ആ ബുക്കിൻ്റെ പേജ് മുഴുവൻ തീർന്നു പോകും, ഏത് ബുക്കാണെങ്കിലും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി വൈറ്റ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വൈറ്റ് ബോർഡ് സാധാരണ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആമസോണിൽ നിന്ന് ഒരു വൈറ്റ് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നോർമൽ സൈസിൽ, എനിക്ക് തോന്നിയത് ക്ലാസ് റൂമിൽ ഇതിൻ്റെ നേരെ വലിയ സൈസായിരിക്കും. അപ്പം ഈ വൈറ്റ് ബോർഡ് ആകുമ്പോൾ നമുക്ക് എന്താണ് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് അത് മായ്ച്ച് കളയാം. പിന്നെ എന്നിട്ട് കുട്ടീനെ കൊണ്ട് എഴുതിപ്പിക്കാം. പിന്നെ അത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മായ്ച്ചിട്ട് പിന്നെ എഴുതിപ്പിക്കാം. ബുക്ക് പേപ്പർ തീർന്നു പോകുന്ന ഒന്നും പേടിക്കണ്ട അല്ലേ? പിന്നെ കൊച്ചുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബിഗ് സൈസിലാണല്ലോ നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ. നോട്ട്ബുക്ക് ആകുമ്പോൾ നമുക്ക് സ്മോൾ സൈസിലാണ് എഴുതാൻ പറ്റുള്ളൂ. ബിഗ് സൈസിലാകുമ്പം ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാം, മാർക്കറൊക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്ലൂവും ബ്ലാക്കും ഉള്ളത്, അതൊന്ന് എടുക്കുക റോസൂട്ടി. അപ്പോൾ ബ്ലൂവിൻ്റെ മഷി എഴുതി തീർന്നു പോയി. അപ്പോൾ മാർക്കർ എനിക്ക് തോന്നുന്നു എല്ലാ കളേഴ്സും കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. കിട്ടും. നല്ല ചുമയാണ് കേട്ടോ. അപ്പോൾ ഈ 2 കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇത് മായ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലൊരു കളറിൽ ഞാൻ എഴുതി കൊടുക്കും. ബാക്കി റോസൂട്ടി അത് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം എഴുതും താഴെ വരെ. എന്നിട്ട് അത് ഫുള്ള് നമ്മൾ റോസൂട്ടി പഠിച്ചു എന്ന് റോസൂട്ടിക്ക് തോന്നുന്ന സമയത്ത് റോസൂട്ടി പറയും മതി എന്ന് പറയും. അപ്പോൾ ഞാനത് മായ്ച്ചിട്ട് റോസൂട്ടീനോടൊന്ന് കാണാതെ എഴുതാനായിട്ട് പറയും. ഓക്കെ, നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മക്കളുടെ മനസ്സിൽ അത് പെട്ടെന്ന് അത് മെമ്മറിയിൽ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ അല്ലേ റോസൂട്ടി? കുറച്ചുകൂടി ഓർമ്മ കിട്ടുന്നില്ലേ ഇതിൽ എഴുതുമ്പോൾ? എനിക്ക് നല്ലോണം ഓർമ്മ കിട്ടാറുണ്ട്. ആണോ? നാളത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ അറിയാമല്ലേ? ആ പിന്നെ ചില സമയത്ത് റോസൂട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഇട്ടിട്ടിങ്ങ് പോരും 1 to 10 വരെ. കാരണം നമ്പറൊക്കെ നല്ല സ്റ്റൈലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു ടെസ്റ്റിൽ. അപ്പം അതെന്ന് വെച്ചാൽ അവർ കുഞ്ഞു മക്കളാണല്ലോ, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത് അവരുടെ അടുത്തുനിന്ന്. നമ്മളെപ്പോലെ എഴുതും എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞു വിടരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി പഠിക്കാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് വെഹിക്കിൾസിൻ്റെ ആണ് കേട്ടോ. 12 വെഹിക്കിൾസിൻ്റെ പേര്. അപ്പോൾ ഒരു 6 വെഹിക്കിൾസിൻ്റെ പേര് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം ഒന്ന് എഴുതിപ്പിച്ച് നോക്കട്ടെ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ബോർഡ് നമുക്ക് ആണിയൊക്കെ അടിച്ചിട്ട് അവിടെ ഭിത്തിയിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഡിക്റ്റേഷന് പഠിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ബോർഡ് ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ എഴുതിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ. കാരണം ബോർഡ് ഭിത്തിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും നിന്നുകൊണ്ടൊക്കെ എഴുതേണ്ടി വരുമല്ലേ?
ഇരുന്നു കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ടേബിളിൽ തന്നെ വെക്കുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. സ്റ്റഡി ടേബിളിൽ അത്രയും വലുപ്പത്തിൽ ബോർഡ് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ടി വി, മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഫോൺ എടുത്ത് വെച്ചിട്ടുള്ളത്, ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം അല്ലേ? എന്താ ഇപ്പം എഴുതുന്ന വാവേ? ബസ്. ബസ്സിന് സ്പെല്ലിംഗ് പറ. BUS. ബസ്. പറഞ്ഞോണ്ട് എഴുതണേ. ലൈൻ ഇട്ടേക്കാം. ബസ്. കഴിഞ്ഞു. ഞാൻ വായിച്ചു. ഇവർക്കിത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇറേസർ പോലെ അല്ലല്ലോ, ഇത് ഈസി ആയിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ അങ്ങ് പോവുമല്ലോ. കാണിച്ചു കൊടുക്കും വായിച്ചിന്. കാണിച്ചു കൊടുക്കൂ. കാണുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർ ഇട്ടില്ലല്ലോ. അല്ല, അത് ടെസ്റ്റ് നടത്തുമ്പോഴല്ലേ സ്റ്റാർ ഇടുള്ളൂ. ഇത് പഠിക്കുന്നതല്ലേ. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ് നടത്തും. അപ്പോൾ സ്റ്റാറും ഐസ്ക്രീമും ഒക്കെ തരും. സ്റ്റാറും വീട് നമുക്ക് വരച്ചാൽ അറിയില്ലല്ലോ. വീടും വരച്ചു തരും ഞാൻ. എനിക്കറിയാം വീട് വരയ്ക്കാൻ. ഓക്കെ, ബസ് കഴിഞ്ഞു. ഇൻ നെക്സ്റ്റ് കാർ. അത് സിമ്പിളല്ലേ? സിമ്പിള്. താഴെ തൊട്ടേത്. ഇവിടുന്ന് തുടങ്ങാം. ബ്ലാക്ക് മാത്രമേ. ബ്ലാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബ്ലൂ ഇഷ്ടമല്ല. ബ്ലൂവിൻ്റെ മഷി തീർന്നിട്ടല്ലേ ഈ കള്ളിപ്പെണ്ണ്? അമ്മ വേറെ മാർക്കർ മേടിച്ചു തരാം. കുറേ കളറുള്ള മാർക്കർ. ഓക്കെ, അതെടുക്കും. ഉടുപ്പ് വരയ്ക്കണ്ട കേട്ടോ, കളർ പോകില്ല. പോകും. എന്താ വായിക്കുക? കാർ. വെരി ഗുഡ്. അമ്മേനെ പനി പിടിച്ചു. പനി പിടിച്ചില്ല. ഇന്നലെ കിടന്നിട്ട് അമ്മേൻ്റെ കൂടെ. എനിക്ക് പനിയായിരുന്നു. എനിക്കും ചേട്ടായിക്കും പനിയായിരുന്നു. അപ്പോൾ റോസുട്ടിക്കും പനി പിടിച്ചു. എന്നിട്ട് പറയുന്നത് അമ്മേൻ്റെ കൂടെ കിടന്നിട്ടാണ് പനി പിടിച്ചതെന്ന്. മരുന്ന് മേടിച്ച അമ്മ പറഞ്ഞിട്ട് അമ്മ മടിച്ചു വെച്ചില്ല അല്ലേ? മരുന്ന് മേടിച്ചില്ലടാ. മരുന്നു അമ്മക്ക സോറി. ഇതാകുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഫ്രീ ആവും. ഈ നോട്ട്ബുക്ക് ആകുമ്പോൾ ഇവർ പെട്ടെന്ന് എഴുതി കഴിയും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സ്മോൾ സൈസിലാണല്ലോ എഴുതുന്നത്. ഇതിൽ ബിഗ് സൈസിൽ എഴുതുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അതുമാത്രമല്ല, ഇവർക്ക് ഇത് ബോർഡിൻ്റെ ഫുൾ ഫില്ല് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ത്വര വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അത് ഫില്ല് ചെയ്യും. കണ്ടോ, ബുക്കിൽ എഴുതാൻ മടിയാണ്, പക്ഷെ ബോർഡിൽ കറക്റ്റായിട്ട് നല്ല നീറ്റാക്കിയിട്ട് എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് അത്രയും സമയം നമുക്കൊരു സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയത്. സ്ട്രെസ്സ് വരുന്നില്ല കേട്ടോ, കുറച്ച് ഫ്രീ ആയ പോലെ എനിക്ക് തോന്നി. സത്യമായിട്ട് എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തോന്നി. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ചിലപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ പോകും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ കാറ് പഠിച്ചോ റോസുട്ടി? ഇനി കാറ് കാണാതെ എഴുതാം. ഫ്ലവറാണോ ഇവിടെ വരയ്ക്കുന്നത്? ഓ, റോസെന്ന് എഴുതുവാണോ? ഞാൻ റോസാപ്പൂ വായിക്കട്ടെ. ഞാൻ വായിച്ചു. അതൊക്കെ വായിച്ചു.
ഇപ്പൊ പഠിക്കുന്നത് EVS ആണ് കേട്ടോ അല്ലേ? EVS ആണ്. അപ്പോൾ EVSലാണ് പഠിപ്പിക്കാനുള്ളത്. ഇത് കണ്ടോ, അവരുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ വെഹിക്കിൾസിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബസ്, കാറ്, ലോറി ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണല്ലോ. അമ്മ ഞാൻ ഇല്ലേ കമ്പ്യൂട്ടർ ബുക്ക് കൊണ്ടുവന്നോ? കാറ് കാണാണ്ട് എഴുതത്തെ. കാറ് എഴുത് കാണാതെ. അപ്പോൾ ഇതിനകത്ത് ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് വെഹിക്കിൾ ഏതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. സൈഡിൽ ഇങ്ങനെ സ്പെല്ലിങ് എഴുതിയിട്ടുമുണ്ട്, വേർഡ് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ 12 വെഹിക്കിൾസിൻ്റെ ആണ് പഠിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചാരി വെക്കും ബോർഡിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാണിച്ചു. ഇതെൻ്റെ ബേബിയാണ്. ബേബി അവിടെ ഇരുന്നോട്ടെ. കാർ എഴുതുവാവേ. എന്താണ് വായിക്കുക? ഓക്കെ, കാറ് പഠിച്ചു. ചിത്രം പിന്നെ വരയ്ക്കാമാവേ. ഇല്ലേ, ഇത് വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയാ. അവിടെ വരയ്ക്കല്ലടാ. സോറി അമ്മേ. ഇറ്റ്സ് ഓക്കെ. ലോറി LO. അമ്മ പറയണ്ട. അറിയാവോ? കഴിഞ്ഞ പഠിച്ചാണല്ലോ. ചൂടെ വളവ്. ബേബി അമ്മ പറയണ്ട, ഞാൻ പറഞ്ഞു. ലോറി. വെരി ഗുഡ്. ലോറി 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 അതല്ല പറഞ്ഞേ. LOL. വാൻ കഴിഞ്ഞു അല്ലേ? മാനോ? വാൻ. നേരത്തെ അമ്മ പറഞ്ഞു മാനോ. അല്ല, വാൻ എന്നാ പറഞ്ഞു. നീ കേട്ടത് തെറ്റിപ്പോയതാ. അല്ല, അമ്മ കഴിഞ്ഞു. ഇനി ഓട്ടോറിക്ഷ. അത് കാണാൻ എഴുതില്ലോ. കാണാൻ എഴുതോ? ഇത് ഓട്ടോറിക്ഷ എന്ന് എഴുതാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. എനിക്ക് പോലും സ്പെല്ലിങ് കറക്റ്റ് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ സ്പെല്ലിങ്, വേർഡ്സിൻ്റെ സ്പെല്ലിങ്, അറിയാത്ത വേർഡ്സിൻ്റെയൊക്കെ നമ്മൾ പഠിക്കല്ലോ. എല്ലാം കഴിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ ജോസൂട്ടി പറയുന്നത് ഓട്ടോറിക്ഷ ഒക്കെ സിമ്പിളാണെന്നോ. നമുക്ക് നോക്കാം കേട്ടോ, സിമ്പിളാണോ ഹമ്പിളാണോ എന്നൊക്കെ ഒന്ന് എഴുതി നോക്കാം. ബേബി ഇവിടെ പഠിച്ചതാണ് കേട്ടോ, ഓട്ടോറിക്ഷ എഴുതി പഠിച്ചതാണ്. മെമ്മറിയിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം. റെഡി? ഓട്ടോറിക്ഷ റെഡി. 1 2 3 റെഡി. 1 2 3 സ്റ്റാർട്ട്. ഇത് വളഞ്ഞു പോയി. വളഞ്ഞു പോയതൊന്നും കുഴപ്പമില്ല. വളഞ്ഞു പോയി കുഴപ്പമുണ്ട്. ചെറിയ വളവുണ്ടെങ്കിലും മായച്ചിട്ട് എഴുതോളൂ. ശരിയാ? സൂപ്പർ സൂപ്പർ. ഓട്ടോറിക്ഷ സക്സസ്ഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. തലകുത്തലായിരിക്കുമല്ലേ കാണുക. ഓക്കെ, എനിവേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.